ഹായ് SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല റിലേഷൻഷിപ്പിലും കാണുന്ന ഒരു കാര്യമാണ് റിലേഷൻഷിപ്പ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേതെങ്കിലും ഒരാൾ അവഗണിക്കപ്പെടുക എന്നുള്ളത്, അതായത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത് ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതായത് റിലേഷൻഷിപ്പ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകുമായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താണെന്നറിയില്ല, ഒരു റീസണും ഇല്ലാണ്ടാണ് അവർ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവഗണിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ പിന്നീട് അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരെ നേരിട്ട് കണ്ട് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഫോണിലൂടെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ അവർ എടുക്കണം എന്നില്ല. അതായത് നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കണം എന്നായിരിക്കും അവർക്ക് ആഗ്രഹം ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. ഓപ്പൺ ആയിട്ട് പറയാണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ ഫോൺ എടുക്കാതിരിക്കുക, മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കുക, വിളിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് അവസാനിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇങ്ങനെ ഫോണിലൂടെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് അവരെ കണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. വളരെ കൂളായിട്ട് വേണം ചോദിക്കാനായിട്ട്. അതേപോലെ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ക്യാരക്ടർ അവർക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ്. ഒരാൾക്ക് വേണ്ടി നമ്മൾ ആരും മാറണം എന്നല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ അവരോട് ചോദിക്കാനായിട്ട് ശ്രമിക്കുക, എന്താണ് നിങ്ങളിലുള്ള കുറവ് എന്നുള്ളത്. അത് ചോദിച്ചറിയുക ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടമല്ലേ, അതായത് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കണോ, ഇവിടെ വെച്ച് നമുക്ക് ബ്രേക്കപ്പ് ആവണോ എന്നുള്ളത് ഓപ്പൺ ആയിട്ട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. ചിലർ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്കപ്പ് ആവുമോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ചോദിക്കാതിരിക്കുന്നവരുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടാണ് ആ പേഴ്സൺ ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല. സോ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവരോട് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളെ ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറയൂ. ബിക്കോസ് ഇത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നോട് തുറന്നു പറയൂ എന്നുള്ളത് നിങ്ങൾ അവരോട് ചോദിക്കാം. വീണ്ടും പറയുന്നു, വളരെ കൂളായിട്ട് അവർക്ക് അവരുടെ നല്ല ഫ്രീഡം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കാം. ഈ ഒരു ടൈമിൽ ചിലപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യം പുറത്ത് വന്നു എന്ന് വരാം. അതായത് അങ്ങനെയെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമല്ലെങ്കിൽ അത് അവർ തുറന്നു പറഞ്ഞു എന്ന് വരാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും വരാനില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവര് രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക എന്നുള്ളതാണ്. അതായത് ചില ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വാക്കും പ്രവൃത്തിയും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളോട് ഭയങ്കര സ്നേഹം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രവൃത്തിയിൽ അത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവും, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ അല്ലാണ്ട് വേറൊരാളെ ഞാൻ കല്യാണം കഴിക്കില്ല, എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ഇതേ സമയം ഇപ്പൊ നമ്മൾ അവരുടെ അടുത്ത് നമുക്ക് മാരേജ് ചെയ്യാം, അതായത് നമുക്ക് കല്യാണം കഴിക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ പറയും, അയ്യോ എന്റെ ഫാമിലി സമ്മതിക്കില്ല, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, സോ ഇപ്പോൾ അതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ ആത്മാർത്ഥത ഇല്ലായ്മയാണ്. രണ്ട് വെള്ളത്തിൽ കാല് വെക്കുകയാണ്. നിങ്ങളോട് സ്നേഹമായി നടിക്കുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് സ്നേഹമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിശ്വസിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക, അതായത് അവരോട് സംസാരിച്ചു നോക്കുക. അപ്പോൾ എങ്ങനെയാണ് അവരുടെ പ്രതികരണം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ നിങ്ങളോട് സ്നേഹമാണെന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കാനും അവർ തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അവരെങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ഒരു വള്ളത്തിലാണോ രണ്ട് വള്ളത്തിലാണോ കയറാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഹീൽ ആവില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവരെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഓൾറെഡി വിഷമമുണ്ട്, പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ഈ ഒരു വിഷമം കൊണ്ട് തന്നെ നടക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു വിഷമം ഒരിക്കലും മാറാൻ പോകുന്നില്ല. കാരണം അവർ പിന്നീട് അങ്ങോട്ട് ശരിയാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് തന്നെ പോകാൻ തയ്യാറായിട്ടുള്ള ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാം. അപ്പം നമ്മുടെ കാലിലൊരു മുള്ളു കുത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആണി കുത്തിക്കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് കളയന്നെ വേണം. കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വലുതാകാനോ അല്ലെങ്കിൽ പഴുക്കാനോ സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ ആ ഭാഗം തന്നെ മുറിച്ച് കളയേണ്ടി വരുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവിടെ സംഭവിക്കുന്നത് നഷ്ടമാണ്. അപ്പൊ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്.
ആ ഒരു മുള്ളോ അല്ലെങ്കിൽ ആ ഒരു ആണിയോ എടുത്ത് കളയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന മാത്രമേ നമുക്ക് ഇവിടെയും സംഭവിക്കുന്നുള്ളൂ. അതായത് ആ പെട്ടെന്ന് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെറിയ വിഷമമായിരിക്കും ഉണ്ടാവുക, പക്ഷെ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ലൈഫാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം വേണ്ട എന്ന് വെക്കാനായിട്ട് തയ്യാറാവുക. ഇനി നമ്മുടെ 4ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ സത്യത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. അതായത് കുറേ പേർക്ക് കുറെ പ്രതീക്ഷ ഉണ്ടാവും എപ്പോഴും. ഇപ്പൊ എന്തൊക്കെ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാലും എന്റെ റിലേഷൻഷിപ്പ് ഓക്കെ ആവും, അതായത് ഇയാൾ ഓക്കെ ആയിട്ട് വരും, എനിക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ ലൈഫ് നന്നായിട്ട് പോകും എന്ന് ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്നും മറക്കുക. കാരണം ഇങ്ങനെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ എന്തൊരു കാര്യം ആഗ്രഹിക്കുമ്പോഴും അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന നിരാശയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിരാശ വന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? യാതൊരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ സത്യത്തിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യണം. അതായത് ഇവർക്ക് നമ്മളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചും നിങ്ങൾ അതേപോലെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ അവരെ മറക്കാൻ കഴിഞ്ഞൊന്നും വരില്ല, ഒറ്റയടിക്ക് വിടാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ നിർത്തണം എന്നുള്ളതല്ല ഞാൻ പറയണത്, പക്ഷെ മെല്ലെ മെല്ലെ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫാണെന്നുള്ളത് തിരിച്ചറിയാം. സോ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിപ്ലേസ് യുവർ ഓൾഡ് മെമ്മറി വിത്ത് ന്യൂ ഹാപ്പി മെമ്മറീസ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പഴയ മെമ്മറീസ് ഒക്കെ മറന്നിട്ട് പുതിയ നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ചിലപ്പോൾ അവർക്ക് വളരെയധികം പ്രയോറിറ്റിയും ഇമ്പോർട്ടൻസും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അവർ നിങ്ങൾക്ക് അത് തരുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവഗണന നേരിടേണ്ടി വരുന്നുണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ അവരിൽ തന്നെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഫ്രീസ് ആയ പോലെയാണ്. അതായത് നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, വിടാനും പറ്റണില്ല, പക്ഷെ വിടാതിരിക്കാനും പറ്റണില്ല. അതായത് ലൈഫ് മുന്നോട്ട് പോകാത്തൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സത്യമാണ്. അതായത് ഇനി ഇതിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഇപ്പോഴും അവരെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, ചിലർക്കുണ്ട് അയ്യോ ഞാൻ അത്രയും സ്നേഹിച്ചതാണ്, അല്ലെങ്കിൽ എനിക്ക് അത്രയും സ്നേഹം തന്ന ഒരാളാണ്, ഞങ്ങൾ ഇത്രയും മെമ്മറീസ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ ഇതെല്ലാം മറന്നിട്ട് എങ്ങനെയാണ് ഞാൻ വേറൊരു, അതായത് എന്റേതായ ജീവിതത്തിലേക്ക് പോവുക, ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ വേണ്ടാത്ത ഒരാളെ നിങ്ങൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെ അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് നിങ്ങളെ വേണ്ട എന്ന് തോന്നുകയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളെ വീണ്ടും വീണ്ടും അവോയ്ഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. മീൻസ് വിടണമെന്നല്ല ഞാൻ പറയണത്, പക്ഷെ അവരുടെ പുറകെ പോകുന്നത് നിങ്ങളൊന്ന് നിർത്തുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് യാത്രകൾ പോവാം, പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളുടെ കൂടെ എങ്ങോട്ടെങ്കിലും പോകാൻ ശ്രമിക്കാം. ഒരു 10 മിനിറ്റ് അവരുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് സംസാരിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് നല്ല നല്ല പുതിയ ഓർമ്മകൾ കിട്ടും എന്നുള്ളതാണ്. അതായത് നല്ല നല്ല മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിലൂടെ തന്നെ നിങ്ങളുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവരെ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. അതിലേക്കുള്ള ധൈര്യം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പഴയ മെമ്മറീസ് ഉള്ളിൽ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനെല്ലാം മറക്കാൻ ശ്രമിക്കുക. അതെല്ലാം മാറ്റിയിട്ട് നല്ല നല്ല പുതിയ പുതിയ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവരുടെ പുറകെ പോകേണ്ടതായിട്ട് വരില്ല. ഇതൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ എന്നിലേക്ക് തിരികെ വരിക എന്നുള്ളത്. നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എത്രത്തോളം ഒരാളുടെ പുറകെ പോകുന്നു അത്രത്തോളം അവർ നമ്മളുടെ നിന്ന് വിട്ട് പോവുക ചെയ്യും, മീൻസ് അകന്ന് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ, ടൈം കൊടുക്കുന്നോ, അതിനനുസരിച്ച് ആ പേഴ്സൺ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നമ്മളിൽ സെൽഫ് ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഈ സെയിം വേ തന്നെയാണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ അവഗണിച്ച ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരാനായിട്ട് ഈ കാര്യങ്ങൾ തന്നെ മതിയാവും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യും എന്നുള്ള ഉറപ്പോട് കൂടി തന്നെ ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്